തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കാൻ നോക്കുക. അവർ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടോ തലകുത്തി മറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അങ്ങ് ജീവിക്കും. ആ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളുണ്ട്, അവരത് കൃത്യമായി നോക്കിക്കോളും. പിന്നെ ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അത് ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അപ്പോൾ പിള്ളേരെ, നിങ്ങൾ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ, ഒന്നും നോക്കണ്ട, ഫുൾ സപ്പോർട്ട്. എൻ്റെ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ മനസ്സിൽ? ഇതുപോലെ കേവലം ഒരു ചേച്ചി വന്ന് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരുമ്പോഴേക്കും എന്തോ ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയുടെ മണലാരുണ്യത്തിലൂടെ ഒട്ടകപ്പുറത്ത് ഒരുപറ്റം സ്ത്രീകൾ സഞ്ചരിക്കുമ്പോൾ ആ ഒട്ടകക്കൂട്ടങ്ങളെ നയിച്ച അൻജഷ എന്ന് പറയുന്ന ഒരു സഹാബിവര്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മധുര മനോഹരമായ രീതിയിൽ പാട്ടുകൾ ആലപിക്കുമ്പോൾ ഈ കാണുന്ന ഒട്ടകങ്ങളുടെ വേഗത കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികം ഒട്ടകപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾ നിലത്തേക്ക് വീഴാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, യാ അൻജഷത്തു, ഓ അൻജഷ, റഫ്ഖൻ ബിൽ ഖവാരീർ, ഈ സ്ഫടിക പാത്രങ്ങളെ, ഈ കണ്ണാടി പാത്രങ്ങളെ ഒന്ന് മൃദുവായി കൊണ്ടുപോകുമോ, ഇവരോടൊന്ന് ദയ കാണിക്കുമോ? അതുകൊണ്ട് ആ വലിയ നേതാവിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ വലിയ ബഹുമാനം, നിങ്ങളോട് കാണിച്ച വലിയ സ്നേഹം നിങ്ങളിന്ന് മറന്നു പോകുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ ഹിജാബ് ധരിച്ച് ആടിത്തിമിർത്ത് തുള്ളി രസിച്ച് ആരെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് സുഖിപ്പിക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന ഈ പെടാപ്പാടെന്ന് ഞാനൊരു നിമിഷം ചോദിക്കണ്ടേ? ചേച്ചി, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയില്ല ഇവരെയൊക്കെ എത്രത്തോളമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചതെന്ന്. നിങ്ങൾക്ക് കേവലം ഇതൊക്കെ പറഞ്ഞു പോകാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ വാക്കിന് എന്തു പ്രസക്തിയാണുള്ളത്? എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. എതിർദിശയിലൂടെ വാഹനം ഓടിച്ചു വരുന്ന കണ്ട ട്രാഫിക് പോലീസുകാരൻ തിരുത്താൻ നോക്കുമ്പോൾ ഇത് കണ്ടു നിന്ന ഈ ചേച്ചി പറഞ്ഞൊരു മറുപടി, ഇതൊക്കെ സാറെന്തിനാണ് പറയുന്നത്, അവരുടെ വണ്ടി അവരുടെ ഇഷ്ടം പോലെ അവർ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചാൽ ഈ ചേച്ചിയുടെ വാക്കിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ? ഒരു പ്രസക്തിയുമില്ല. കേവലം ഓടിച്ചയാളുടെ ലൈസൻസും റദ്ദാക്കും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആത്മീയതയുടെ ലോകത്തുള്ള ലൈസൻസ് റദ്ദായി പോകാതിരിക്കാനാണ് ഇത്തരം നല്ല ചിട്ടയോടുകൂടി ഒരു പെണ്ണിനെ പരിശുദ്ധ ഇസ്ലാം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അറിവിൽ വിരളമായ ഈ ചേച്ചിയെ പോലെയുള്ളവരോടൊക്കെ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരായ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊന്ന് മാറുക. പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഇവരെ പോലെയുള്ളവർക്ക് നിങ്ങൾ വളം വെച്ചു കൊടുക്കരുത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വലിയ മധുരമനോഹരമായ വാക്കിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. വീണ്ടും കാണാം.